ഫ്രഷാണ്, രാവിലെ തന്നെ കിട്ടിയതാ. അത് നാരങ്ങ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഫ്രഷ് ചൂര നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രഷാണ്, രാവിലെ തന്നെ കിട്ടിയതാ. ഈ സൈഡിലൊക്കെ ഉള്ള ഇതങ്ങ് വൃത്തിയാക്കണം. അതിൻ്റെ കുടലും പണ്ടവും ഇതിനകത്ത് പരുവുണ്ട്. പരു നമുക്ക് കഴിക്കാം. ഇതൊക്കെ ലിവറും പരുവൊക്കെയാണ്. ഇത് കട്ടിത്തരുന്നുണ്ട്, അത് നമ്മൾ കട്ടിത്തറയാണ്. ഇഷ്ടമായി. അപ്പോൾ കട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ്ങിലോട്ട് പോകാം. അപ്പോൾ നമ്മളിത് ഫ്രൈക്ക് വേണ്ടി കുറച്ച് പീസ് കട്ട് ചെയ്ത് മാറ്റിയത്. ഇനി നമ്മൾ ഇതിനെ തന്നെ ചെറുതാക്കിയ റോസ്റ്റിനുള്ളതുണ്ട്. അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അത് ക്ലീൻ ആക്കാം. കല്ലുപ്പിട്ട് തന്നതൊക്കെ വേണം. കല്ലുപ്പിട്ട് കഴിയുമ്പോൾ അതിൻ്റെ വിളുമ്പൊക്കെ പോവും. അപ്പോൾ ഇത് റോസ്റ്റിനുള്ള മീനാണ്. അത് ഉപ്പിട്ട് നല്ലോണം പിടിച്ച് വയ്ക്കണം. അപ്പോൾ ആദ്യം നമുക്ക് പൊരിക്കാനുള്ള മസാല റെഡിയാക്കാം. കുരുമുളക്, എന്താ ഇത്ര അളവിന് കുരുമുളക് എടുത്ത്, മഞ്ഞൾപ്പൊടി 1.5 കരണ്ടി. ഇനി നമുക്ക് അടിച്ചെടുക്കാം.
അപ്പോൾ പൊടി വന്നിട്ടുണ്ട്. ഒരു നാരങ്ങ ഒരു 1.5 മുറി നമുക്ക് വേണം. ഒരു പാതി സവാള, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. മുളക് ഇട്ടിട്ടില്ല, കുരുമുളകാണ്, അതാണ് ഈ കളർ. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ മസാല പിടിക്കാൻ. അടുത്ത നമുക്ക് ചൂര റോസ്റ്റ് ഉണ്ടാക്കാനുള്ളത് നമുക്ക് പ്രിപ്പയർ ആക്കാം. ഇതിപ്പോൾ 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണ് മുളക് പൊടി, അത് പിരിയ മുളകാണ്, എരിയില്ലാത്തത്. പിന്നെ 1 സ്പൂൺ കുരുമുളക് കൂടെ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നാരങ്ങ, ഒരു നാരങ്ങ ഫുള്ള്. ഓക്കെ, ഇനി നമുക്ക് മീനിടാം. മീനിൽ വെള്ളമുണ്ട്, നമ്മൾ അങ്ങ് പിടിക്കും. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ 2 മണിക്കൂർ ഇത് മാറ്റി വെച്ചേക്കാം. അടുത്ത ചട്ടി ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ കുറച്ചൊന്ന് ചൂടാവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, നല്ല ചൂടാവുന്നവരെ. അപ്പോൾ നമ്മൾ മീൻ ഏതാണ്ട് 1 മണിക്കൂർ 2 മണിക്കൂർ അവിടെ ഇരുന്ന് കേട്ടോ. ഇരുന്ന് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. കുലുക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. അപ്പോൾ 2 സൈഡും ഒരുപോലെ വേണം. അപ്പം നമ്മൾ ഫ്രൈ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം, എന്നിട്ട് കഴിക്കാം. അപ്പം നമ്മളത് ഫുള്ള് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂട്, അതുകൊണ്ടൊരു ഫോർക്ക് എടുത്ത് ഞാൻ. ഫുൾ കുരുമുളകാണ്, മുളക് ഇട്ടിട്ടില്ല. കുരുമുളകിൻ്റെ നല്ല എരിവുണ്ട്. അടിപൊളി. ഇനി അടുത്ത് നമുക്ക് ചൂര റോസ്റ്റ് ഉണ്ടാക്കാനുള്ളത് നോക്കാം. അത് നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം.
ഒരുപാട് എണ്ണ വേണ്ട, ഇതിന് കുറച്ച് എണ്ണ മതി. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്, നമുക്ക് ഇനി പയ്യെ പയ്യെ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുത്ത് വെച്ചു. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് അച്ചി കൊടുത്തു കഴിഞ്ഞാൽ തമ്മിൽ പിടിക്കില്ല. അപ്പോൾ ഇപ്പോൾ ഏതാണ്ടൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തീ കുറയ്ക്കാം, എന്നിട്ട് ഇതിനെ കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ഫ്രൈ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് റോസ്റ്റിനുള്ള പരിപാടി തുടങ്ങാനുള്ളത്. അപ്പോൾ ഇത്തിരി എണ്ണ ഇതിനകത്ത് ബാക്കിയുണ്ട്. ഇനി നമുക്ക് ഇതിനകത്താണ് ബാക്കി എല്ലാം ചെയ്യേണ്ടത്. നമ്മളപ്പോൾ കുറച്ച് കട്ട് ചെയ്ത സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സവാള, വെളുത്തുള്ളി, തക്കാളി. അപ്പോൾ ആദ്യം കുറച്ച് വെളുത്തുള്ളി ഒന്ന് ആക്കിയെടുക്കണം. ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ സവാള, മീൻ്റെ ചാറൊക്കെ ഉള്ള എണ്ണയാണ്, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വയൻ്റെ വരും. ഏതാണ്ടൊക്കെ വേണ്ടി വരുന്നുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ല വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി, ഇതൊരു അര തക്കാളിയാണ്, ഇങ്ങനെ ഇട്ടെടുക്കാം. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഒരു മസാല ഇട്ടിട്ടില്ല, എന്നാലും നല്ല കളറാണ്. അത് ആ മീനിൻ്റെ മസാലയുടെ കളറാണ്. നല്ല പുകയുണ്ട്. നല്ല വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാല ഇടാം. ഇതിൻ്റെ മസാല ഇത് 1 സ്പൂൺ മുളക്, അത് പിരിയമുളകാണ്. 1/2 സ്പൂൺ മഞ്ഞ, 1/2 സ്പൂൺ കുരുമുളക്. ഇത് നമുക്കെടുക്കാം. തീ കുറച്ചിട്ട് വേണം മസാല ഇടാൻ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. തീ ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊരിച്ച മീൻ എടുത്തതിനകത്തിടാം. മസാല ഫുള്ള് ഇളകി വരണം.
ഇനി ഒരു കറിവേപ്പിലൂടെ നമുക്ക് ഇട്ടെടുക്കാം. ഒരു ഫുൾ ഇതളാണ്. അപ്പോൾ നമ്മൾ ചൂര റോസ്റ്റ് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കട്ടെ. ഉപ്പ് കുഴപ്പമില്ല, ഉപ്പ് കുഴപ്പമില്ല. നല്ല അരിയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. നല്ല ചൂടുണ്ട്, നല്ല അരിയുണ്ട്. ഇന്ന് ചൂര ഫ്രൈയും ചൂര റോസ്റ്റ് കഴിച്ചു നോക്കാം. ഫ്രൈ നല്ല ടേസ്റ്റായിരുന്നു, റോസ്റ്റും അതുപോലെ തന്നെ ആയിരിക്കും. കൊള്ളാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ പിന്നെ കാണുന്നവരെ